വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അവൻ അതിനെ വേലി കെട്ടി എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യെശയ്യാവ് 5-ാം അധ്യായം 2-ാം വാക്യം. അവൻ അതിന് വേലി കെട്ടി, അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു, അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു, നടുവിൽ ഒരു ഗോപുരം പണിതു, ഒരു ചക്കും ഇട്ടു. മുന്തിരിങ്ങ കായ്ക്കും എന്ന് അവൻ കാത്തിരുന്നു, കായ്ച്ചതോ കാട്ടുമുന്തിരിയത്രേ. മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച കർത്താവ് അതിനൊരു വേലി ആവശ്യമാണെന്ന് കണ്ടു. വേലിയില്ലെങ്കിൽ മുന്തിരിത്തോട്ടം തുറന്നു കിടക്കും. ആടുകളും കന്നുകാലികളും മേയുകയും നശിപ്പിക്കുകയും ചെയ്യും. കാട്ടുപന്നികൾ അതിന്റെ വേരുകൾ തുരത്തും. അതുകൊണ്ട് വേലി കെട്ടാൻ ദൈവം തീരുമാനിച്ചു. വേലി എന്ന വാക്കിന് 2 അർത്ഥങ്ങളുണ്ട്. ആദ്യം അത് ഒരു പൂന്തോട്ടത്തെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്നു. രണ്ടാമതായി അത് പൂന്തോട്ടത്തെ സംരക്ഷിക്കുന്നു. കർത്താവ് അബ്രഹാമിനെ വിളിച്ചപ്പോൾ ആദ്യം അവനോട് തന്റെ ദേശത്തു നിന്നും ജനത്തിൽ നിന്നും പിതൃഭവനത്തിൽ നിന്നും വേർപെടാൻ പറഞ്ഞു. അതിനുശേഷം അവൻ തന്നെ അബ്രഹാമിന്റെ ജീവിതകാലം മുഴുവൻ ഒരു വേലിയായി നിന്ന് അവനെ സംരക്ഷിച്ചു. അതുകൊണ്ട് നാം കർത്താവിനായി വേറിട്ട് നിൽക്കുകയും ദൈവത്തിന്റെ വേലി സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അവൻ നമ്മുടെ സംരക്ഷണമായി തീരുന്നു. യെശയ്യാവ് 5-ാം അധ്യായത്തിൽ 2 വ്യത്യസ്ത പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതായി നാം കാണുന്നു. 2-ാം അധ്യായത്തിലെ വേലി, 5-ാം വാക്യത്തിലെ മതിൽ. കൽമതിൽ സംരക്ഷണത്തിനുള്ള മതിലാണ്. അതിനോട് ചേർന്ന് മുള്ളുകൾ നിറഞ്ഞ വേലിയുമുണ്ട്. ആത്മീക അർത്ഥത്തിൽ ഇവ യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സംരക്ഷണത്തെ പ്രതിനിധീകരിക്കുന്നു. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം പെസഹ കുഞ്ഞാടിന്റെ മറവിലായിരുന്നു. നാശത്തിന്റെ ദൂതന് അവരുടെ കുടുംബത്തെ ഉപദ്രവിക്കാൻ കഴിഞ്ഞില്ല. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു തന്റെ സ്വന്തം രക്തവും വിയർപ്പും കണ്ണുനീരും ചൊരിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയുടെ വലയമായി. യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന നമ്മുടെ വലയമാണെന്ന് യോഹന്നാൻ 17-ാം അധ്യായം 11-ാം വാക്യത്തിലും നമുക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനയുണ്ടെന്ന് റോമർ 8-ാം അധ്യായം 26-ാം വാക്യത്തിലും കാണപ്പെടുന്നു. കർത്താവിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയും എണ്ണമറ്റ വിശ്വാസികളുടെ പ്രാർത്ഥനയും സഭയുടെ പ്രാർത്ഥനയും നമുക്കുണ്ട്. കർത്താവിന്റെ മക്കളുടെ വേലി എത്ര ശക്തമാണ്! പർവ്വതങ്ങൾ യെരുശലേമിനെ വലയം ചെയ്യുന്നത് പോലെ കർത്താവ് തന്റെ ജനത്തെ ഇന്നു മുതൽ എന്നേക്കും വലയം ചെയ്യുന്നു എന്ന് സങ്കീർത്തനം 125-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയപ്പെടുന്നു. നിങ്ങൾക്ക് ചുറ്റുമുള്ള വേലിയും മതിലുമായി കർത്താവിനെ കാണാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. അവൻ യാക്കോബിന്റെ പുത്രന്മാർക്ക് എങ്ങനെ ഒരു വേലിയും മതിലും ആയിരുന്നുവെന്ന് ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 5-ാം വാക്യത്തിൽ വായിക്കുക. അതുപോലെ ഇസ്രായേൽ ജനം മിസ്രൈം വിട്ടപ്പോൾ അവർക്കൊരു വലിയ വേലിയായി തീമതിൽ കർത്താവ് കൽപ്പിച്ചു. ഗുഹയിൽ സിംഹങ്ങൾ അവനെ ഉപദ്രവിക്കാതിരിക്കാൻ അവൻ ദാനിയേലിന് ചുറ്റും ഒരു വേലി പോലെ നിന്നു. ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും തീച്ചൂളയിൽ എറിയുമ്പോൾ തീ അവരെ ഉപദ്രവിക്കാതിരിക്കാൻ അവൻ ഒരു വേലിയായി തീർന്നു. അവൻ നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു, നമുക്ക് ചുറ്റും ഒരു അഗ്നിമതിൽ പോലെ ആകാൻ. ദൈവമക്കളെ, നിങ്ങളെ സംരക്ഷിക്കാൻ കർത്താവ് തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനങ്ങൾ 91-ാം അധ്യായം 4-ാം വാക്യം. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ഉൽപ്പത്തി 16-17 അധ്യായങ്ങൾ, വൈകുന്നേരം മത്തായി 5-ാം അധ്യായം 27 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ. വാക്യം